back to my channel. Thank you for watching my channel again. Psalms 1 സങ്കീർത്തനം 1-ാം അധ്യായം നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴികൾ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഇവിടെ സങ്കീർത്തനക്കാരൻ 1-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഒരു ഭക്തൻ എപ്രകാരം ആയിരിക്കണം എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. ഒരു ഭക്തൻ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാത്തവൻ ആയിരിക്കണം, പാപികളുടെ വഴികൾ നിൽക്കാത്തവനായിരിക്കണം, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാത്തവനായിരിക്കണം. അങ്ങനെ യഹോവ ഒരു ഭക്തൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴികൾ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഇരിക്കുന്ന ഒരു ഭക്തനെ പറ്റി താഴോട്ടുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ച് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപിയുടെ വഴികൾ നിൽക്കാതെ പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ ഇരിക്കുന്ന ഒരു ഭക്തൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും. താഴെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവൻ ആറ്റരിക്കരുത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഒരു ഭക്തനെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നു, അവന്റെ അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നു. പക്ഷെ അവൻ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അവൻ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴികൾ നിൽക്കാതെയും പരിഹാസത്തെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ള ഒരു ഭക്തന് മാത്രമേ യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ദുഷ്ടന്മാരുടെ കാര്യത്തെപ്പറ്റിയും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 4-ാമത്തെ വാക്യത്തിൽ പറയുന്ന ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രയും. ആകയാ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിറഞ്ഞു നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ഇവിടെ ദുഷ്ടന്മാരെയും നീതിമാനെയും കുറിച്ച് പറയുന്ന ഒരു വേദഭാഗമാണ് സങ്കീർത്തനം 1-ാം അധ്യായം. യഥാർത്ഥമാകുന്ന ഒരു ഭക്തൻ, യഥാർത്ഥമാകുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, യഥാർത്ഥമാകുന്ന ഒരു നീതിമാൻ, അവന്റെ അനുഗ്രഹങ്ങളെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ദുഷ്ടനെ പറ്റിയും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദുഷ്ടന്മാർ കാറ്റുപാറ്റുന്ന പതിർ പോലെ ആകുന്നു. കാറ്റുപാറ്റുന്ന പതിർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കാറ്റ് അലലിയ അത് പാറ്റിക്കളയുമ്പോൾ ആ പതിർ അത് പോകുന്ന സ്ഥലം അറിയുകയില്ല. അവന്റെ നാശം അവന്റെ അന്ത്യം നാശകരമാകുന്നു. ഹല്ലേലൂയ. ദുഷ്ടൻ അങ്ങനെയാകുന്നു. എന്നാൽ നീതിമാൻ അങ്ങനെയല്ല. ഹല്ലേലൂയ. അവൻ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനായിത്തീരും. ഹല്ലേലൂയ. അതിനാൽ ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ഭാഗ്യവരവിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഈ ഭാഗ്യവരമായ അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ച്, കർത്താവിനെ നിങ്ങൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവനിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, അവനെ തന്നെ ആരാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. ഈ ഭാഗ്യമേറിയ അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വരുവാനും നിങ്ങൾ യഥാർത്ഥമായ ഒരു ഭക്തനായി ഒരു നീതിമാനായി തീരുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഞാൻ നിങ്ങളെ അതിനായി ഹല്ലേലൂയ ഈ വീഡിയോ മുഖാന്തരമായി നിങ്ങളെ അറിയിക്കുന്നത്, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരിക. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുകയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. May God bless you. Thank you.